മഹദി അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, അലാ ഉഅല്ലിമകി കലിമാത്തിൻ തഖൂലീനഹുന്ന ഇൻദൽ കർബി ഔ ഫിൽ കർബ്. അസ്മാ, ഞാൻ നിനക്ക് ചില കലിമത്തുകൾ പഠിപ്പിച്ചു തരാം. ആ കലിമത്തുകളുടെ പ്രത്യേകത, നിനക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ, മാനസികമായ ഒരു സങ്കടമോ വിഷമമോ ഒക്കെ വരുമ്പോൾ അത് നീങ്ങിക്കിട്ടാൻ നിനക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ആ ഒരു കലിമത്തുകൾ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്, അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈആ. അല്ലാഹു റബ്ബി, അല്ലാഹുവേ നീയാണ് എൻ്റെ റബ്ബ്, ലാ ഉശ്രികു ബിഹി ഷൈആ, ആ റബ്ബിൽ ഞാൻ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. ഇത് നിനക്ക് വിഷമവും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ പ്രാർത്ഥിച്ചാൽ നിന്റെ ആ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുമെന്ന് അസ്മാ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തതാണ്. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, എൻ്റെ പ്രയാസം നീങ്ങണേ, എൻ്റെ ബുദ്ധിമുട്ട് മാറണേ, പടച്ചോനെ എൻ്റെ എല്ലാ പ്രതിസന്ധിയും നീങ്ങിത്തരണേ എന്നുള്ളൊരു വാക്കുപോലും ഈ പ്രാർത്ഥനയിലില്ല. ആകെയുള്ളത് എന്താ? തൗഹീദാണ്. അതുകൊണ്ട് തൗഹീദിൻ്റെ മഹത്വം ഈ പ്രാർത്ഥനകളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു വാക്കിനു പോലും അത്ര പ്രസക്തിയുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങളിൽ നിന്ന്, കർമ്മങ്ങളിൽ നിന്ന് എല്ലാ ശിർക്കൻ അടയാളങ്ങളും മാറ്റിവെക്കാൻ നമുക്ക് കഴിയണം. ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കണം. ചെറുതാണ്, അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈആ. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നീങ്ങിക്കിട്ടാൻ നമ്മെ സഹായിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇത്തരം പ്രാർത്ഥനകളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും നന്മയിലൂടെ ജീവിതത്തെ കൊണ്ടുപോവുകയും വിശ്വാസം വിശുദ്ധമാക്കുകയും ചെയ്യുക. എന്നിട്ട് പരലോകത്തേക്ക് നന്മകൾ സ്വരുക്കൂട്ടി ഈ ദുനിയാവിൽ നിന്ന് യാത്ര തിരിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു അങ്ങനെയുള്ളൊരു ജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.